നിലക്കൊക്കെ പറയാനും കേൾക്കാനും ജീവിതത്തിൽ പകർത്താനും അള്ളാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകട്ടെ. ഹിജ്റ 1413 ലെവൽ 13 ദിവസം ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസമാണ്. അവിടുത്തെ അവദാനങ്ങളും മദ്ഹുകളും വേണ്ടുവോളം പറഞ്ഞ് പാടി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് ലഭിക്കുന്ന സജ്ജനങ്ങളെ കൂടെ അള്ളാഹു നമ്മളെ നമ്മുടെ അഹ്ലുകാരെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് വർഷങ്ങൾ നമുക്ക് മീലാദ് ആഘോഷിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ദുആ ചെയ്തുകൊണ്ട് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ 2-ാമത്തെ അധ്യായം അൽ ബഖറ സൂറത്തിലെ 19-ാമത്തെ ആയത്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് പറഞ്ഞു. പക്ഷേ ബൈലക്സ് പ്രോബ്ലം ആയതിന്റെ പേരിൽ നമ്മൾ വയൽ വെച്ചുകൊണ്ട് നിർത്തി പോവേണ്ടി വന്നതാണ്. മുനാഫിക്കുകളുടെ അവസ്ഥയാണ് അല്ലാഹു തആല വിവരിച്ചു വരുന്നത്. ആദ്യം അവർക്ക് ഒരു ഉപമ പറഞ്ഞു. ആ ഉപമ അവർക്ക് വളരെയധികം യോജിക്കുന്ന ഉപമയാണ്. ഇനി വേറൊരു ഉപമയും അവർക്ക് ഫിറ്റാണ്. ആ 2-ാമത്തെ ഉപമയാണ് ഇവിടെ പറയുന്നത്. ആദ്യത്തെ ഉപമ മിസാലിൻ മാഇയുൻ, ഒരു വെള്ളവും, മിസാലിൻ നാരിയുൻ, മാഇയല്ല നാരിയുൻ, രാത്രി കാലത്ത് മരുഭൂമിയിലൂടെ. ഒന്ന് നമ്മൾ നമ്മുടെ സങ്കല്പത്തിൽ കൊണ്ടുവരിക. രാത്രി സമയത്ത് വിശാലമായ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു ജനത, ഒരു വിഭാഗം ആളുകൾ. ആ ആളുകൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഒരു വെളിച്ചം കാണാറാവുന്നു. വെളിച്ചം അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെളിച്ചം കണ്ടെത്തുകയും വെളിച്ചം കിട്ടിയതിന് ശേഷം ആ വെളിച്ചം നഷ്ടപ്പെട്ടു പോവുകയും പിന്നീട് അവർ ഇരുളിലാണ്ടുപോവുകയും ചെയ്യുന്നതായിരിക്കും ഒരവസ്ഥ. ആ ഒരവസ്ഥയാണ് മുനാഫിക്കുകളുടേത്. അല്ലെങ്കിൽ ഔക സയ്യിബ് മിനസ് സമായി, ആകാശത്ത് നിന്ന് കുത്തിച്ചെരിയുന്ന ഒരു പേമാരി പോലെ, ഒരു പെരുമഴ പോലെയാണ്. ഫീ ളുലുമാത്തുൻ, അതിൽ ഇരുളുകൾ ഉണ്ട്. വറാദുൻ, ഇടിയും ഉണ്ട്. വബർഖുൻ, മിന്നുമുണ്ട്. യജ്അലൂന അസാബിയഹും, അവരിലെ വിരലിനെ തന്നെ അവർ ആക്കുന്നുണ്ട്. ഫി ആദാനിം, ചെവിയിൽ ആക്കുന്നത്, ചെവിയിൽ തിരികുന്നുണ്ട്. മിനസ്സവായിഖി, ഇടിവാളിനാൽ. അവരുടെ വിരൽ കൊടികൾ എന്നാണ് ഇവിടെ ഉദ്ദേശമെങ്കിലും പറഞ്ഞത് വിരലുകൾ എന്നാണ്. പക്ഷെ വിരല് തന്നെ ഫുള്ളായിട്ട് അങ്ങോട്ട് കടത്തിയിട്ട് ഒന്നും കേൾക്കാൻ പറ്റാത്ത രൂപത്തിലാക്കാനാണ് അവർ ആഗ്രഹം. അതാണ് ഇവിടെ പറഞ്ഞത്. അവരെ വിരലുകളെ തന്നെ ആക്കും. ഫിയാദാനിയും, അവരെ ചെവികളിലാക്കും. മിനസ്സവായിഖി, ഇടിവാളിനാൽ, ഇടുത്തിയിനാൽ. ഹദറൽ മൗത്ത്, മരണഭയത്താൽ അവര് ചെവിയിലാക്കും. വല്ലാഹു മുഹീത്തും ബിൽ കാഫിരീൻ, അല്ലാഹു തആല വിശ്വാസികളെ വലയം ചെയ്തവനാണ്. അവരെന്ത് തന്നെ ചെയ്തിട്ടും കാര്യമില്ല, അല്ലാഹു തആലയുടെ കബളത്തിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഇവിടെ മിസാല് മാഇയാണ്. സയ്യിബ് എന്ന് പറഞ്ഞാൽ അതിന് അതിന്റെ നിഷ്പത്തി എടുത്തു നോക്കുകയാണെങ്കിലും ആ പദത്തിന്റെ അക്ഷരം എടുത്തു നോക്കുകയാണെങ്കിലും അതിലൊരു മുബാലഗത്ത്, അത്യുക്തി നമുക്കതിൽ കാണാൻ സാധിക്കും. സയ്യിബ്,
സയ്യിബ് എന്നുള്ളത് 3 നിലക്കാണ്. ഔക്ക സയ്യിബിൻ എന്ന 3 നിലക്കാണ് ഇവിടെ അതിനിക്ക് എന്ത് വന്നിരിക്കുന്നത്? മുബാലഗത്ത് വന്നിരിക്കുന്നത്. സയ്യിബ് ഒന്നാമതായിട്ട് അസ്ലിന്റെ, അതായത് സയ്യിബ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു സവാബ് അല്ലെ, സവാബ് സയ്യിബ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു ദുആയിലുണ്ട്, അല്ലാഹുമ്മ സയ്യിബൻ ഹനിആ സയ്യിബൻ നാഫിആ അല്ലേ. റസൂലുള്ളാഹിന്റെ ദുആയിൽ കാണാം അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅൻ, ഉപകാരപ്രദമായ പെരുമഴയാണ് അള്ളാഹുവെ ഞങ്ങൾക്ക് വേണ്ടത്. സയ്യിബ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പൊ മഴയെ കുറിച്ചാണ് അതിവിടെ ഉദ്ദേശിക്കുന്നത്. മേഘം എന്ന അർത്ഥത്തിനും അത് ഉണ്ട്. ഏതായിരുന്നാലും ഇവിടെ ഇവിടെ മഴയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന്റെ ഇരുളുകൾ ഏതൊക്കെയാണ്? മേഘമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന്റെ ഇരുളുകൾ എന്തൊക്കെയാണ്? അപ്പോൾ സയ്യിബിന് രണ്ടർത്ഥമാണ് പറയുന്നത്. സയ്യിബ് എന്ന് പറഞ്ഞാൽ ശക്തമായിട്ട് പെയ്യുന്ന മഴ എന്നാണ്. ഇതെങ്ങനെ ശക്തമായ രീതിയിൽ പെയ്യുന്ന മഴ എന്ന് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ അത് 2-3 നിലക്ക് അത് നമുക്ക് ഈ പദത്തിൽ നിന്ന് തന്നെ കിട്ടും. ഒന്ന് സയ്യിബ എന്ന് പറഞ്ഞാൽ തന്നെ ശക്തിയായിട്ട് നേരെ കൊള്ളുന്ന മഴ, മേത്ത് നമ്മൾ വീണത് അറിയുന്ന മഴ. ചില മഴക്ക് കൊണ്ടാൽ എന്ത് ചെയ്യും? വിവരം അറിയും. ശരിക്കും തലയിലൊക്കെ കൊണ്ടാൽ നല്ല അങ്ങനെ ഒരു പ്രയോഗം ഉണ്ടല്ലോ അല്ലെ, ഒരു തുള്ളിക്ക് ഒരു കുടം അല്ലെ, ഒരു തുള്ളി ഒരു കുടം എന്ന് പറഞ്ഞാൽ മതി, ഒരു കുടം കണക്കെയാണ് ഒരു തുള്ളി വരുന്നത്. അപ്പോ അത്രമാത്രം വലിയ ശക്തമായ മഴയാണ്. ഈ സയ്യിബ് എന്ന് പറഞ്ഞാൽ തന്നെ സവാബ്, സായിബത്ത്, മുസീബത്ത് എന്നൊക്കെ പറയുന്നത് അതൊക്കെ ഈ ഒക്കെ നിഷ്ദീന്ന് വരുന്നതാണ്. സാബ അതെ, ഒരു തുള്ളിക്ക് ഒരു കുടം, അത്രയും ശക്തിയായിട്ട് പെയ്യുന്ന മഴക്കാണ് ഇതിന് പറയാറുള്ളത്. അപ്പൊ സാബ എന്ന് പറയുന്ന സാബ യസാബു എങ്ങനെയും പറയാ. സാബ യസാബു ശരിക്ക് കൊള്ളുന്നത്. സവാബ് എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്ക് സവാബ് എന്ന് പറഞ്ഞാൽ സത്യം. അതായത് അത് ആ പറഞ്ഞത് അതിന് യാഥാർത്ഥ്യവുമായിട്ട് യോജിച്ചതാണ് പറഞ്ഞത്. ഈ പറയുന്ന വിഷയം അല്ലെങ്കിൽ ഈ സംഭവം, ഈ വിഷയം അത് യാഥാർത്ഥ്യവുമായിട്ട് യോജിച്ചിട്ടുണ്ട്. സവാബാണ്, ഖത അല്ല സവാബാണ്, പേവല്ല ശരിയാണ് പറഞ്ഞത്. അതായത് അത് കൊള്ളേണ്ടടുത്താണ് കൊണ്ടത് എന്നർത്ഥത്തിന്. അതുപോലെ മുസീബത്ത് എന്ന് പറയാറുണ്ട്, ഒക്കെ ഇതിന്ന് വരുന്നതിനാണ്. അല്ല, സവാബല്ല, സ്വാദാണ്. നമ്മൾ സയ്യിബിനെ കുറിച്ചാണല്ലോ പറയുന്നത്. സയ്യിബിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അല്ലേ? അപ്പോ ഈ മുസീബത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അതെ, ഇതാ അസാബത്തും മുസീബത്തും ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവർക്കൊരു മുസീബത്ത് പെട്ടാൽ, അസാബത്തും എന്നുള്ളതിന് പോകുന്ന അസാബ യുസീബു ഇസാബത്തൻ ഫഹുവ മുസീബത്തുൻ എന്ന് പറയുന്നത് അതായത് ഒരു വിഷയമാണ്, ഒരു ബുദ്ധിമുട്ട്, പ്രയാസം. അതായത് ആ വരുന്ന കാര്യം നമുക്ക് നേരെ ഇങ്ങോട്ട് ഏൽക്കുകയാണ്. അള്ളാഹുവിന്റെ ആ ഖദർ നമുക്ക് അത് സംഭവിക്കുകയാണ്. അത് നേരെ അങ്ങോട്ട് കൊള്ളുകയാണ്. അതുപോലെ ഈ അസാബർ റസാസ് എന്ന് പറയുന്നത് വെടിയുണ്ട കൊണ്ടുവന്നു. നമ്മൾ നേരെ കൃത്യമായി സൂത്രം വെച്ചിട്ട് നമ്മൾ വെടിയുണ്ട എറിയുകയാണ്, വെടിവെക്കുകയാണ്. അത് അതിന്റെ കൃത്യമായ സ്ഥലത്ത് കൊണ്ടാൽ അസാബ, അത് കൃത്യമായ സ്ഥലത്താണ് ഇത് കൊണ്ടത്. അപ്പൊ സൗബ്, അതുപോലെ മുസീബത്ത്, ഇതൊക്കെ പോരുന്നത് ഒരു നിഷ്പത്തി എന്നാണ്. അത് ശരിയാ നിലക്കത് ഉദ്ദേശത്തോട് തന്നെ കൊള്ളുക എന്നുള്ള. അപ്പൊ സയ്യിബ് എന്ന് പറയുന്നത് അതെന്താണ്? ശരിക്കും ഇങ്ങോട്ട് അത് ഭൂമിയിലേക്ക് എത്തി എന്നറിയുന്നതായ രീതിയിലുള്ള മഴയാണ്. ഒന്നിങ്ങനെ പാറി ഇങ്ങ് പോവല്ല. ഗൈസ് എന്ന് പറയാറുണ്ട്, അതൊരു ഉപകാരപ്രദമായ മഴയാണ്. പക്ഷെ കൂടുതൽ ശക്തമായ മഴയല്ല, ആവശ്യം തന്നെയാണ്. മത്തർ, ഗൈസ്, അതുപോലെ സയ്യിബ്, ഇതൊക്കെ മഴന്റെ പേരാണ്. മറ്റൊരുപാട് ഒരുപാട് പേരുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരേ ഇതിന്ന് വരുന്നതാണ്. മുസീബത്ത്, സവാബ്, സയ്യിബ് എന്നുള്ളതൊക്കെ അല്ലെ. ജയ്യിദ് എന്ന് പറയല്ലേ, ജയ്യിദ് എന്നുള്ളത് എന്താണ്? വളരെ നല്ലതെന്നാണ്. ജൗദ ആലിയ എന്ന് പറയാറുണ്ട്, ഹൈ ക്വാളിറ്റി എന്ന അർത്ഥത്തിന്. ജൗദ ആലിയ. അപ്പൊ ജയ്യിദ്, സയ്യിബ്, അപ്പോ ശരിക്കും ഇങ്ങോട്ട് കൊള്ളുന്ന മഴ എന്നൊരർത്ഥം അതിലുണ്ട്.
പിന്നെ അത് വേറൊരു ഈ വേറെ പദത്തിലേക്ക് നോക്കിയിട്ടും അത് ഇതുണ്ട്. ഇതിനിക്ക് ഒരു ശിദ്ധത്തിന് ഒരു ശക്തി അതിനുണ്ട്. ഇങ്ങനെ പദം നോക്കുമ്പോൾ ഇതിൽ സ്വാദാണ് ഒരു പദം അല്ലെ, സജീബ് എന്നുള്ള സ്വാദാണ്. ഈ സ്വാദ് എന്നുള്ളത് എന്താണ് യഥാർത്ഥത്തിൽ മുത്തുബക്കും ഇസ്തിലാവുള്ളതാണ്, മുത്തുബക്കുള്ളതാണ് അല്ലെ. ഏതയിൽപ്പെട്ടതാണ് സ്വാദ് എന്നുള്ളത്? ഇത്ബാക്കിന്റെ സിഫത്തുണ്ട്, ഇസ്തിലാവ് എന്ന് പറഞ്ഞ സിഫത്തുണ്ട്. സ്വാ അല്ലെ, സ്വാ എന്ന് പറയുമ്പോ ഇത്ബാക്കുണ്ട്, അതുപോലെ ഇസ്തിലാവും ഉണ്ട്. പിന്നെ രണ്ടാമത്തെ അതൊരു ശിദ്ധത്താണല്ലോ, മുത്തുബക്കും ഇസ്തിലാത്തും ശിദ്ധത്തുള്ളതാണ്. അത് യാ ഏതാണ്? സയ്യിബ് കേട്ടോ. യാ ഷദ്ദുള്ള യാ ആണ്. ബാ ആണെങ്കിലോ അതും ശിദ്ധത്തിന്റെ അർഫാണ്. ബാ ഉള്ളത് ശിദ്ധത്തിന്റെ അർഫാണ്. അപ്പൊ സയ്യിബ് എന്നുള്ളത് പദത്തിലേക്ക് നോക്കിയിട്ടും അതിനക്ക് എന്തുണ്ട്? ഒരു ശക്തി, ഒരു അത്യുക്തി അതിൽ വരുന്നുണ്ട്. അർത്ഥങ്ങൾ നോക്കുമ്പോഴോ അതിലും അങ്ങനെ തന്നെ ഉണ്ട്. അപ്പൊ സയ്യിബ്. പിന്നെ അതൊന്നുകൂടി ശക്തിപ്പെടുത്തി ഔക്ക സയ്യിബ് മിനസ്സമായി എന്ന് പറഞ്ഞുകൊണ്ട്. അതിനെ മിനസ്സമായി എന്ന് പറഞ്ഞാല് അത് ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് മൂലയെന്നല്ല, മൊത്തത്തില് മാനത്തേക്ക് നോക്കിയാൽ എല്ലായിടത്തും മഴ പെയ്യുന്നതായി തോന്നുന്നു മഴ. അത് എന്ത് മഴയാണ് അല്ലെ? എവിടെങ്കിലും ചില സ്ഥലത്തൊക്കെ പെയ്യും മഴ. അത് പെട്ടെന്ന് എന്ത് ചെയ്യും? ചില സ്ഥലത്തൊക്കെ പെയ്ത് കാണുന്നുണ്ടെങ്കിൽ അത് അങ്ങോട്ടും പോവും, കുറച്ചു നേരം ഉണ്ടാവും, പിന്നെ അത് നിന്നു പോകും. നേരെ മറിച്ചുകൊണ്ട് നമ്മൾ എവിടേക്ക് നോക്കിയാലും, മാനത്ത് എവിടേക്ക് നോക്കിയാലും മഴക്കാറാണെന്നുണ്ടെങ്കിൽ ആ മഴ എന്ത് ചെയ്യും? കുറച്ചു നേരം നീണ്ടു നിൽക്കും. അങ്ങനെയല്ല അനുഭവം അല്ലേ? മാനത്ത് എവിടെ നോക്കിയാലും നിറയെ ഇരുളായി കിടക്കുന്നുണ്ട്, അതുപോലെ തന്നെ മേഘാവൃതവുമാണ്. അങ്ങനെയെങ്കിൽ ആ മഴ എന്ത് ചെയ്യും? നമുക്കറിയാം, അത് കുറച്ചു നേരം നീണ്ടു നിൽക്കും. നമ്മൾ വർഷകാലത്തൊക്കെ ഉണ്ടാവുന്ന മഴ പോലെ നീണ്ടു നിൽക്കുന്ന മഴ. അതല്ലാതെ എവിടെങ്കിലും കുറച്ച് ലേശം ഒരു മേഘം കണ്ട്, ഒരു ഇരുട്ട് കണ്ട്, അല്ലെ ഒരു മഴക്കാറ് കണ്ടാൽ അത് പെട്ടെന്ന് ലേശം അങ്ങോട്ട് ഒന്ന് അടിച്ച് മിന്നി പാറി അങ്ങോട്ട് പോകും, അത് നിൽക്കുകയും ചെയ്യും. അപ്പൊ ഇതല്ല, മിനസ്സമായി ആകാശത്ത് നിന്ന്. മഴ നോക്കിക്കോളി, നല്ല ശ്രദ്ധിച്ചോളി. നല്ല മഴക്കാറുണ്ട് അല്ലേ? അപ്പൊ മേപ്പെട്ടൊക്കെ നോക്കിയാൽ മതി ഇങ്ങനെ ഇവിടെ അർത്ഥം വെക്കുമ്പോ, അപ്പൊ പെട്ടെന്ന് മനസ്സിലാവും. അപൂർവ അപ്പൊ സയ്യിബ് മിനസ്സമായി. അപ്പൊ ആകാശത്ത് നിന്നുള്ളതായിരിക്കുന്ന ഏതുപോലെ കുത്തിച്ചൊരിയുന്ന മഴ പോലെ. മിനസ്സമാ എന്ന് വെച്ചാൽ ഇവിടെ ആകാശം അല്ലേ? ഇവിടെ അല്ലാഹു തആല എന്ന് പറഞ്ഞിട്ടുണ്ട്? ആകാശത്തിനെ കുറിച്ചിട്ടുള്ളതായിരിക്കുന്ന ഒരു പ്രയോഗം. എന്താണ് ഈ ആകാശം എന്ന് പറഞ്ഞാല്? ഈ ആകാശം എന്ന് പറഞ്ഞാൽ ഈ അന്തല്ലാത്ത മൗലവിമാര് ഒരിക്കൽ ആദ്യം അന്തം കുറവാണല്ലോ, ഇല്ലാത്തതുകൊണ്ടാണല്ലോ മൗലവിമാരാകുന്നത്. ആകാശം എന്താണ്? ഒരു ആകാശം. നമ്മളിവിടെ ഖുർആനിൽ പറയുന്ന സമാ എന്ന് പറഞ്ഞ ഉദ്ദേശം കുല്ലു മാ അലാക്ക എന്നാണ്. നിന്റെ മേലെ ഉള്ളത് എന്തോ അതൊക്കെ ആകാശമാണ്. ആപേക്ഷികമാണ് ഈ ആകാശം എന്ന് പറഞ്ഞൊക്കെ. എപ്പോഴും മുകളിലായിക്കോണമെന്നുണ്ടോ? ആകാശം എന്ന് പറയുന്നത് ആപേക്ഷികമാണ്. കാരണം എന്തുകൊണ്ട്? ഭൂമി കറങ്ങുന്നില്ലേ സുഹൃത്തുക്കളെ അല്ലേ? ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഭൂമിയുടെ ഏത് ഭാഗത്താണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നേരെ 12 മണിയാകുമ്പോൾ നേരെ എതിരിൽ അപ്പുറത്തേക്ക് വേറെ നേരെ എതിർ സൈഡിൽ നമ്മൾ എത്തുന്നില്ലേ? നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പോയിന്റ് ആണോ നമ്മൾ 12 മണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാകുന്നത്? ആണോ? നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഈ പോയിന്റിലായിരിക്കുമോ നമ്മൾ 12 മണിക്കൂർ കഴിഞ്ഞാലല്ല, അത് മാറിപ്പോയി. അതിന്റെ നേരെ എതിരിലുള്ളതായിരിക്കുന്ന സ്ഥലത്തായിരിക്കും. അപ്പൊ ആ സ്ഥലം യഥാർത്ഥത്തിൽ നമ്മൾ അവിടെ എത്തുമ്പോൾ നമുക്ക് അവിടെ ആകാശമുണ്ട്. ഇപ്പോൾ നിൽക്കുന്നു, ഇപ്പോൾ നമുക്ക് ആകാശമുണ്ട്. അത് നമ്മുടെ തലക്ക് മുകളിലുള്ള ഒന്നേ ഉള്ളൂ. അല്ലാതെ സ്ഥിരമായിട്ട് മുകൾ ഭാഗം എന്ന് പറഞ്ഞാൽ ഒന്നും അങ്ങനെയല്ല. അത് വിശാലമായി കിടക്കുന്ന പ്രപഞ്ചാണ്. വിശാലമായി കിടക്കുന്ന പ്രപഞ്ചാണ്. അതിൽ താഴെ മേലെ എന്നുള്ളതല്ല ഇവിടെ സമാവ് നിറം ഉദ്ദേശിക്കുന്ന എന്താ? കാരണം എന്തുകൊണ്ട്? നമ്മുടെ സൗരയൂഥത്തിലെ ഭൂമി എന്ന് പറയുന്നത്, സൗരയൂഥത്തിലെ ഇപ്പൊ ഇന്നത്തെ പേപ്പറിൽ വായിക്കാൻ കഴിഞ്ഞു, അറബി പേപ്പറിൽ, പിന്നെ ഭൂമിയുമായിട്ട് ഏറ്റവും അടുത്ത അഖ്റബു മസാഫത്തിൽ ഷംസ് ഇലൽ അർളി 5 മലായിൻ, ഒരു സൂര്യന് ഭൂമിയുമായി കൊണ്ട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ദൂരം, ഏറ്റവും അടുത്ത ദൂരം 5 മില്യൺ കിലോമീറ്റർ ആണെന്നാണ് പറഞ്ഞത്. അതായത് 50 ലക്ഷം കിലോമീറ്റർ അകലമാണ് ഏറ്റവും അടുത്ത അകലം. മനസ്സിലായില്ലേ? സൂര്യന്റെ. അപ്പോ നമ്മൾ സൗരയൂഥം എന്നെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇങ്ങനെ തട്ടായിട്ടല്ല വരുന്നത്. തട്ടായിട്ടുള്ള ആകാശമുണ്ട്. നമ്മൾ ആകാശം എന്ന് പറയുന്നുണ്ട്. ഇതിവിടെ പറയുന്നത് ആകാശം അതല്ല. ഇവിടെ നമ്മൾ ആകാശം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ശൂന്യതയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ കാര്യം നമ്മളിലേക്ക് ചേർത്ത് നോക്കിയിട്ട് നമ്മുടെ മുകളിലുള്ള ശൂന്യത, അതാണ് ഇവിടെ ആകാശം. അപ്പോ
ആകാശം എന്ന് പറയുന്നത് അത് സ്ഥായിയായ ഒരു അവസ്ഥയല്ല. ആകാശം എന്നുള്ളത് ഒരു സ്ഥായിയായ അവസ്ഥയല്ല. നമ്മുടെ മുകളിലുള്ളത് ഏതാണോ അതിനെയാണ് നമ്മൾ സമാധാനത്തോടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഈ പോയിന്റിലല്ല 12 മണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ നേരെ എതിർവശത്തുള്ള പോയിന്റിലേക്ക് നമ്മൾ ഉണ്ടാവുക. അത് 24 മണിക്കൂറിൽ പകുതിയാക്കിയാൽ 12 മണിക്കൂർ ആവില്ലേ? 12 മണിക്കൂർ 12 മണിക്കൂറും. അപ്പോൾ 12 മണിക്കൂർ പിന്നെ ഒരു ഭാഗം 12 മണിക്കൂർ ഭാഗം അങ്ങനെ പകുതിയാക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? അപ്പോൾ വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മുടെ മേൽഭാഗത്തുള്ളതൊക്കെ സമാവ് എന്ന് പറയും. ഭൂമി എന്ന് പറയാലോ മാ അക്കല്ല കുല്ലു മാ അക്കല്ലക്ക, നിന്നെ ചുമന്നുകൊണ്ടിരിക്കുന്നതൊക്കെ ഭൂമി, നിന്നെ ചുമന്നുകൊണ്ടിരിക്കുന്നതൊക്കെ തന്നെ എന്താകുന്നു? ഭൂമിയാകുന്നു. മനസ്സിലായില്ലേ? അപ്പോ ആകാശത്ത് നിന്ന് ഉപരിലോകം, ഉപരിഭാഗം എന്നാണ് ഇപ്പൊ സമാ ഉദ്ദേശിക്കുന്നത്. ഉപരിഭാഗം, ആപേക്ഷികമായ ഉപരിഭാഗം. നിങ്ങളുടെ ഉപരിഭാഗം എവിടെയാണോ ആ ഉപരിഭാഗത്താണ് എന്തുണ്ടാകുന്നത്? സഹാബ് ഉണ്ടാകുന്നത്, മേഘം ഉണ്ടാകുന്നത്. ആ മേഘത്ത് നിന്നുള്ളതായിരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഈ മുട്ടാണി എന്തല്ലേ മറ്റേ കോയക്കുട്ടി, പിന്നെ മുട്ടാണിശ്ശേരി കോയക്കുട്ടി എന്ന് പറഞ്ഞ ആളൊരു പഴയ കാലത്ത് ഞാൻ അയാളോട് കുറെ ചെറുപ്പത്തിലാണ് എന്റെ ചെറുപ്പ ജുമാഅത്ത് പള്ളിയിൽ ഉണ്ടായിരുന്ന അയാളൊരു ഖുർആൻ പരിഭാഷ എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. അപ്പൊ അതിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ അയാൾ അതിലൊരു വിഷയം പറഞ്ഞിരുന്നു. തുടക്കത്തിൽ ഈ സമാ എന്ന് പറഞ്ഞിടത്തൊക്കെ ചിലരെന്ത് ചെയ്യുന്നുണ്ട്? പരിശുദ്ധ ഖുർആനിൽ സമാ എന്ന് പറഞ്ഞിടത്തൊക്കെ ചില സഹാബ് എന്ന് തഫ്സീർ കൊടുത്തിട്ടുണ്ട്. സഹാബ് എന്ന് തഫ്സീർ കൊടുക്കേണ്ടതില്ല. ഖുർആനിൽ സമാ എന്ന് രണ്ട് സ്ഥലത്ത് രണ്ടും, അത് ആകാശത്തു നിന്നും മേഘത്തു നിന്നും മഴ ഉണ്ടാവുന്ന ഖുർആൻ രണ്ടും പറഞ്ഞിട്ടുണ്ട്. ആകാശത്തു നിന്നും മേഘത്തു നിന്നും. അപ്പോൾ ആകാശത്തു നിന്നുള്ളതൊക്കെ എപ്പോഴും മാറ്റി കൊടുക്കേണ്ടതില്ല. സഹാബ് മേഘം എന്ന് തഫ്സീർ ചെയ്യേണ്ടതില്ല എല്ലായിടത്തും. കാരണം എന്തുകൊണ്ട്? മഴ എന്ന് പറയുന്നത് മേഘത്തു നിന്ന് മാത്രമല്ല, ശക്തമായ മഴകളൊക്കെ ഉണ്ടാവുന്നത് എവിടുന്ന് തന്നെയാണ്? അത് ഈ മേഘത്തിനാലല്ല, അത് അതിനേക്കാൾ ശക്തമായ പിന്നെ ആകാശത്തു നിന്ന് തന്നെയാണ്. അതിന് ഉപരി സ്ഥലത്തു നിന്നാണ് ഇത് ഉണ്ടാകുന്നത് എന്ന് അയാളൊരു അഭിപ്രായം പറഞ്ഞിരുന്നു. എത്രത്തോളം ശരിയാണെന്നറിയില്ല. ഏതായിരുന്നാലും നമുക്ക് ഇന്ന് മഴ ഉണ്ടാവുന്നത് എങ്ങനെയാണ് എന്നൊക്കെ നമുക്കറിയാം. ഇടിയുണ്ടാവുന്നത് എങ്ങനെയാണ്, മിന്നുണ്ടാവുന്നത് എങ്ങനെയാണെന്നൊക്കെ നമുക്കറിയാം. അപ്പൊ അത് നോക്കുക, ഇവിടെ സമാ എന്ന് പറഞ്ഞ ഉദ്ദേശം എന്താണ്? നിന്റെ മേൽഭാഗത്ത്. അപ്പൊ ഔക്ക സയ്യിബിൻ മിനസ്സമായി, ഔക്ക സയ്യിബിൻ മിനസ്സമായി, സമായിൽ നിന്നുള്ളതായിരിക്കുന്ന മഴ പോലെ. അപ്പൊ അവ ഏതെങ്കിലും ഒരു ഭാഗത്തുമല്ല, അതായത് മാനം മൊത്തത്തിൽ വ്യാപിച്ചു കിടക്കുന്നതായ ഇത് ആകാശം, അതായത് മേൽഭാഗം മൊത്തത്തിൽ വ്യാപിച്ചു കിടക്കുന്ന കാർമേഘത്തിൽ നിന്ന് വരുന്നതായ ശക്തമായിരിക്കുന്ന മഴ പോലെ. ഫീഹി ളുലുമാത്തുൻ, അതിലെന്തുണ്ട്? ഇരുളുകളുണ്ട്. ളുലുമാത്ത്. പരിശുദ്ധ ഖുർആനിൽ ളുൽമത്ത് എന്നുള്ള പദം ഏകവചനമായിട്ട് വന്നിട്ടില്ല. ഖുർആനിൽ എവിടെ ളുൽമത്ത് പറയുന്നുണ്ട് അതൊക്കെ ബഹുവചനമായിട്ടാണ് പറഞ്ഞത്. മനസ്സിലാക്കണം. നൂറ് എന്നുള്ളതൊക്കെ ആണെങ്കിലോ, നൂറ് നേരെ എതിരാണല്ലോ നൂറ്, അല്ലെ? ളുലുമാത്തിന്റെ നേരെ എതിര് നൂറ്, പ്രകാശം. പ്രകാശം എന്നുള്ള എപ്പോഴും ഏകവചനമായിട്ടാണ് വന്നത്. അൻവാർ എന്ന് വന്നത് കണ്ടിട്ടില്ല. എന്നാൽ ളുലുമാത്ത് പറയുമ്പോഴൊക്കെ അല്ലാഹു തആല എപ്പോഴും ബഹുവചനമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇരുളുകൾ എന്നാ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോ ആ മായയിലുണ്ട്. ഇവിടെ സയ്യിബ് എന്നുള്ളത് മായ ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിന് അപ്പൊ ഫീഹി ഏതിലുണ്ട്? ഫീഹി ആ മായയിലുണ്ട്. ളുലുമാത്തിന് ഇരുളുകളുണ്ട്. അതിന്റെ ഇരുൾ എന്തൊക്കെയാണ്? മായന്റെ ഇരുൾ എന്തൊക്കെയാണ്? മുഫസ്സിറുകൾ പറയുന്നത് അതെന്താണ്? പിന്നെ അതായത് മായത്തുള്ളികൾ അടുത്തടുത്ത് വരുന്നത് കൊണ്ടുണ്ടാകുന്നതായിരുട്ട്, അല്ലേ? ഒരു കുറച്ചങ്ങോട്ട് പെയ്തിട്ട് പിന്നാട്ട് ലേശം കഴിഞ്ഞിട്ടല്ല പെയ്യുന്നത്. തുടർച്ചയായി പെയ്തുകൊണ്ടിരിക്കുകയാണ് മഴ. തുടർച്ചയായി പെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ അതിനപ്പം ഒരു ഇരുള് സ്വാഭാവികമായിട്ടുണ്ടായിത്തീരുന്ന ഒരു ഇരുൾ അങ്ങനെ. അപ്പൊ ഒരു ഇരുൾ അങ്ങനെ ആയല്ലോ. പിന്നെ ഉൽമത്ത് ഗമാമി, ബൈവാബിക്ക് പറയുന്നതാ. ഉൽമത്ത് ഗമാമി, മേഘത്തിന്റെ ഇരുളെന്ന്. അപ്പൊ തുടർച്ചയായിട്ട് മാറ്റുള്ളികൾ തുടരെ വരുമ്പോൾ ഉണ്ടാകുന്ന ഇരുള്, അതിന്റെ മേൽഭാഗത്തേക്ക് നോക്കുമ്പോൾ മാനം ഇരുണ്ട് കിടക്കുന്നുണ്ട്. അത് മേഘം കൊണ്ട് ഇരുണ്ട് കിടക്കുന്നുണ്ട്. രണ്ടാമത്തെ ഇരുള്. മൂന്നാമത്തെ ഇരുള് രാത്രിയുടെ ഇരുള്, അല്ലെ? രാത്രിയുടെ ഇരുള്. അപ്പൊ എത്രയായി? ഇരുളുകളായി തീർന്ന്.
ഇരുളുകളായി തീർന്നു. ഒന്ന്, മഴത്തുള്ളികൾ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതിനാൽ ഉണ്ടായിത്തീരുന്ന ഇരുള്. രണ്ടാമത്തെ ഇരുള് മേഘത്തിന്റെ ഇരുള്. മൂന്നാമത്തെ ഇരുള് രാത്രിയുടെ ഇരുള്. അപ്പൊ എന്തായി? നല്ല കൂരിരുട്ട്. അതിൽ ഇരുളുകളുണ്ട്. ആ ഇതിൽ നിന്ന് മായയിലുണ്ടത് ഇരുളുകളുണ്ട്. ഫീഹി, അതിലുണ്ട് ഇരുളുണ്ട്. ശരിയാണ്, അതിന് ഇരുളുണ്ടല്ലോ. പിന്നെ അതിലെന്തുണ്ട്? റാദുണ്ട്, ബർക്കുണ്ട്. ആ മായയിൽ തന്നെയാണ് എന്തുണ്ടാകുന്നത്? ഇടിയും മിന്നും ഉണ്ടാകുന്നത്. അപ്പം പിന്നെ ഈ ഇടിയും മിന്നും ഉണ്ടാകുന്നത് ഏതിലാണ്? മഴ അല്ലെങ്കിൽ സയ്യിബ് എന്നുള്ളത് ഇവിടെ എന്തുണ്ട്? സയ്യിബ് എന്നുള്ളത് ഇവിടെ മേഘമെന്ന അർത്ഥമുണ്ട്. മേഘത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഈ മേഘത്തിൽ നിന്നുണ്ടാകുന്നതാണല്ലോ മഴ. അപ്പോ ഈ മഴ ബന്ധപ്പെട്ട് കിടക്കുന്ന, മഴ ഏതിനോടെ ബന്ധപ്പെട്ട് കിടക്കുന്നത്? മേഘത്തിനോടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്നുള്ളതിനാലാണ് ഇവിടെ ആ മഴയിൽ കാരണം വരാറുണ്ട്. ഒരു ബന്ധാണത്. അല്ലാതെ നേരിടുന്നതിന് മഴയിലല്ല എന്തുള്ളത്? ഇടിയും മിന്നുമുള്ളത് മഴയിലല്ല, മേഘത്തിൽ നിന്നാണ്. അപ്പൊ എന്തിനാ ഇവിടെ ആ മഴയിൽ എന്തുണ്ട്? ഇടിയും മിന്നുമുണ്ട് വരാൻ കാരണം മഴ ബന്ധപ്പെട്ട് കിടക്കുന്നതിനോടാണ്. മഴ ബന്ധപ്പെട്ട് കിടക്കുന്നത് മേഘത്തിനോടാണ്. അപ്പം മേഘത്തിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന മഴയിൽ ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്, അതായത് ആലങ്കാരികമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഇതാണ്. അതിനെക്കുറിച്ച് എന്ത് വരാറുണ്ട്? പിന്നെ തശ്ബീഹ് എന്താണ്? പിന്നെ മുലാബസത്ത് എന്ന് ഒരു തശ്ബീഹ് ഉണ്ട്. അതായത് ഒരു ആലങ്കാരികമായിട്ട്, അതായത് മുലാബസത്ത് ഷബീഹ, മുലാബസത്ത് ലർഫിയ. അതായത് ഫി എന്നുള്ളത് എന്തിനാണ്? ഷബീഹത്തിന്റെ മുലാബസത്തിന് വേണ്ടിയാണ് ഫി കൊണ്ടുവന്നിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഐ ഫസ്തോമിലെ ഫിയ മാവുദി മുലാബസത്ത് ലർഫ്, ലർഫിന് വേണ്ടി കൊണ്ടുവരുന്ന മുലാബസത്തിന് ഷബീഹത്തിന് മുലാബസത്തിന് ഫീയും കൊണ്ടുവന്നു വെച്ചാൽ യഥാർത്ഥത്തിൽ ഈ മഴയിലല്ല എന്തോ ഇടിയും മിന്നുണ്ടാകുന്നത്. ആ മഴയോട് ബന്ധപ്പെട്ട് മഴ ഉത്ഭവിക്കുന്നതായ മേഘത്തിൽ നിന്നാണ്. എന്നിട്ടും ഇതിൽ ഇങ്ങനെ പറയാൻ കാരണം ഈ ബന്ധം കൊണ്ടാണ്. കാരണം മഴയുടെ തുടക്കം ഉണ്ടാകുന്നതും, മഴയുടെ തുടക്കം ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടെടുക്കുന്നത്? മേഘവുമായിട്ട് ബന്ധപ്പെട്ടെടുക്കുന്നത് കൊണ്ട് ഈ ബന്ധം കാരണമായിട്ടാണ് മഴയിലും കൂടി ഇടിയും മിന്നും ഉണ്ടെന്ന് പറയാൻ കാരണം. പിന്നെ എന്താണ് ഇടിയും മിന്നും? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് പറഞ്ഞിട്ടുണ്ട് അല്ലേ? എന്താണ് മിന്നല് എന്ന് പറഞ്ഞാൽ? നമ്മൾ പറഞ്ഞിട്ടല്ലോ അല്ലേ? മിന്നല് എന്ന് പറഞ്ഞാൽ എന്താ? മിന്നലും ഇടിയും മിന്നലും ഒക്കെ യഥാർത്ഥത്തിൽ ഒരേ സമയത്താണ് ഉണ്ടാകുന്നത്. വലൈക്കും അസ്സലാം. പക്ഷെ നമ്മൾ ആദ്യം കേൾക്കുന്നത് എന്താണ്? ആദ്യം കാണുന്നത് മിന്നാണ്. പിന്നീട് ആണ് നമ്മൾ ഇടിയുടെ ശബ്ദം കേൾക്കുന്നത്. അങ്ങനല്ലേ? അത് രണ്ടും കൂടി ഒന്നിച്ച് കേൾക്കുമ്പോൾ ഇടിയും മിന്നും ഒരൊറ്റ സമയത്താണ് വരുന്നതെങ്കിൽ അപ്പൊ എന്തുണ്ടായിത്തീരുന്നു? അതാണ് സവായത്ത്, ഇടിത്തി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അതായത് ഒരു വ്യത്യാസമില്ലാതെ അത് ഇറങ്ങിപ്പൊട്ടുകയാണ്. ഇറങ്ങിപ്പൊട്ടുവെച്ചാൽ ഒരേ സമയത്ത് നമ്മുടെ ഏതെങ്കിലും പ്രദേശത്ത് ഒരു പക്ഷേ തെങ്ങിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നമ്മുടെ വീടുകൾക്കോ അല്ലെങ്കിൽ ബിൽഡിങ്ങുകൾക്കോ ഒക്കെ എന്ത് അത് ബാധിക്കും. അപ്പൊ എന്തായി? രണ്ടും ഒന്നിച്ച് കേൾക്കുമ്പോൾ സവായിക്കായി. അതല്ല ആദ്യം നമ്മൾ മിന്നി കാണുന്നു, പിന്നീട് ഇടി വരുന്നത് സാധാരണ ഇടി മിന്നും. ഇത് രണ്ടും ഒന്നിച്ച് നമുക്ക് അനുഭവപ്പെടുമ്പോൾ അത് ഉറപ്പിക്കാൻ നമുക്ക് എന്താ? എവിടെ ഇടിത്തി ഇറങ്ങിയിട്ടുണ്ട്. രണ്ടു അതായത് ശക്തമായ മിന്നും അതിൽ ഒന്നിച്ച് തന്നെ ഇടിയുടെ ശബ്ദവും കേട്ടാൽ ഉറപ്പിക്കുക എവിടെയെങ്കിലും എന്ത് പറ്റിയിട്ടുണ്ട്, അവിടെ ഇടിവാൾ ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അത് ഇടിവാൾ ഇറങ്ങിയ സ്ഥലങ്ങളൊക്കെ അത് നശിപ്പിക്കും. സായക്കത്ത് എന്ന് പറഞ്ഞാൽ അതാണ്. അത് എവിടേക്കാണ് വരുന്നത് അത് അതിനെ നശിപ്പിക്കും. വീടിനാണെങ്കിൽ വീടിന് തകരാറ് വരും. മനുഷ്യനാണെങ്കിൽ മനുഷ്യന് ഷോക്കേൽക്കും. തെങ്ങിനാണെങ്കിൽ തെങ്ങ് നശിക്കും. അത് ഏത് സ്ഥലത്താണ് അത് ബാധിക്കുന്നത് ആ ഭാഗം അത് നശിപ്പിക്കും. അതാണ് സായക്കത്ത് എന്ന് പറയുന്നത്. ഇടിവാൾ, ഇടുത്തി എന്നൊക്കെ പറയുന്ന ഇതാണ് ഒന്നിച്ചു വരുമ്പോൾ ഉണ്ടാവുന്നത്. അപ്പം പിന്നെ എന്തുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു, എന്തുകൊണ്ട് നമ്മൾ ആദ്യം വെളിച്ചം ആദ്യം കാണുന്നു, പിന്നെ ശബ്ദം പിന്നീട് കേൾക്കുന്നു? കാരണം നമുക്കറിയാം അല്ലേ? പ്രകാശ വേഗതയാണ്. ഒരു സെക്കൻഡിൽ എത്രയാണ് പ്രകാശ വേഗത? എത്ര കിലോമീറ്ററാണ് പ്രകാശം സഞ്ചരിക്കുന്നത് ഒരു സെക്കൻഡിൽ? 30 ലക്ഷം അല്ലേ? ഒരു സെക്കൻഡിൽ 30 ലക്ഷം കിലോമീറ്റർ ആണ് പ്രകാശം സഞ്ചരിക്കുന്നത്. അങ്ങനല്ലേ? തെറ്റുണ്ടേ പറഞ്ഞേ. ഒരു സെക്കൻഡിൽ എത്ര ലക്ഷം? 30 ലക്ഷം കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന സാധനമാണ് എന്തെന്ന് പറഞ്ഞാല്
പ്രകാശമെന്ന് പറയുന്നത്. അതെ. എന്നാല് പിന്നെ ഈ ശബ്ദം എന്ന് പറഞ്ഞാണെങ്കിലോ എത്ര കിലോമീറ്റർ ഉള്ളൂ? ശബ്ദം സെക്കൻഡില് 340 കിലോമീറ്റർ ആണ്. ശബ്ദം സെക്കൻഡിൽ 340 കിലോമീറ്റർ ആണ് സഞ്ചരിക്കുന്നത്. അപ്പൊ ആദ്യം ഏതാണ് നമുക്ക് അനുഭവപ്പെടുക? 30 ലക്ഷം കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന വെളിച്ചമാണ് നമ്മുടെ മുമ്പിൽ എത്തുക. കാരണം അതിന് സ്പീഡ് കൂടും, പ്രകാശത്തിന് സ്പീഡ് കൂടും ശബ്ദത്തിനേക്കാളും. അപ്പൊ ആദ്യം നമ്മൾ പ്രകാശമാവുന്ന മിന്നൽ കാണുന്നു. 340 കിലോമീറ്റർ സെക്കൻഡ് സഞ്ചരിക്കുന്ന പിന്നെ ശബ്ദമാണെങ്കിലോ നമുക്ക് പിന്നീടും അനുഭവപ്പെടുന്നു. ഇവിടെ അപ്പോ അങ്ങനെയാണ്. അതുകൊണ്ടാണ് പിന്നെ സംഗതി ഒക്കെ ഒരേ സമയത്താണ് ഉണ്ടാകുന്നത്, അനുഭവപ്പെടുന്നത് ഈ രൂപത്തിലാണെന്ന് മാത്രം. അതാണ് എന്തുകൊണ്ട് അത് എന്താ കാരണം ചോദിച്ചാൽ, ഒന്ന് ശബ്ദവേഗതയാണ്, ഒന്ന് പ്രകാശവേഗതയാണ്. മിന്നലിന്റെ പിന്നെ അതിലെ ഊഷ്മാവിന് എത്രയാണ് ചൂടെന്നറിയോ? ഒരു മിന്നലിന്റെ ഊഷ്മാവിന്റെ ചൂട് എത്രയെന്നറിയോ? അതിലുള്ള ഊഷ്മാവ് ഒരു സൂര്യനിൽ ഉണ്ടതിനേക്കാൾ 5 ഇരട്ടി ചൂട് മിന്നലുണ്ട് എന്നുള്ള. സൂര്യനിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചൂടിനേക്കാളും 5 ഇരട്ടി താപമുള്ളതാണ് ഏതെന്ന് ഈ മിന്നലിൽ നിന്ന് ഉത്ഭവിക്കുന്നതായ ചൂട്. 5 ഇരട്ടി ചൂട്, സൂര്യന്റെ ചൂടല്ല, അതിന്റെ 5 ഇരട്ടി ശക്തമായ ചൂടാണ് മിന്നലിൽ നിന്നും ഉണ്ടായിത്തീരുന്നത്. അപ്പൊ ഏതായിരുന്നാലും ഇവിടെ പിന്നെ 30 ലക്ഷം അതന്നെ. ഇതിലിപ്പോ കുറഞ്ഞത് ഇതാണ്. അബൂ താഹിർ ദേവർശാല ഉസ്താദ് പ്രകാശത്തിന്റെ വേഗത 29,97,097 അല്ലേ? എത്രയാണിത്? 8, 10, 100, 1000, 14 ലക്ഷം, 10 ലക്ഷം. അതിപ്പോ എന്താ കണക്ക്? എത്രത്തോനെ? 30 ലക്ഷം കിലോമീറ്റർ അല്ലേ പ്രകാശത്തിന്റെ വേഗത? പ്രകാശവേഗത 3 ലക്ഷം, 30 ലക്ഷം, 3 ലക്ഷമാണ് കിലോമീറ്റർ. നിങ്ങൾ പറഞ്ഞ മീറ്റർ ആയിരിക്കും. ഒരു ലക്ഷം ഏകദേശം 3 ലക്ഷം കിലോമീറ്റർ, 3 ലക്ഷം സെക്കൻഡ്. അതെ, എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ. ഒരു സെക്കൻഡിൽ 3 ലക്ഷം, 30 ലക്ഷം, 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കുന്നുണ്ട് പ്രകാശം. എന്നാൽ 340 ആണ് ഏത് പറയുന്നത്? 340 ആണ് പിന്നെ കിലോമീറ്ററാണ് സെക്കൻഡിൽ ശബ്ദം സഞ്ചരിക്കുന്നത്. അപ്പൊ വളരെ സാവധാനത്തിലാണ്. മിന്നിനെക്കുള്ള ചേർത്ത് നോക്കിയിട്ട് ഇടി വളരെ സാവധാനത്തിലാണ് വരിക. അതുകൊണ്ടാണ് നമ്മൾ രണ്ട് സമയത്ത് കേൾക്കുന്നത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നാളെ പരലോകത്ത് വെച്ചുകൊണ്ട് ഓരോ ജനവിഭാഗവും സിറാത്തുൽ മുസ്തഖീം കടന്നു പോകുന്ന രംഗങ്ങൾ വിവരിക്കുന്ന ഒരു ഹദീസുണ്ട്. ആ ഹദീസിൽ പറയുന്നു, ചില ആളുകൾ കമറുൽ ബർഖി, കണ്ടങ്ങള് കമറുൽ ബർഖി, അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ചിലർ മിന്നൽ വേഗതയിൽ സഞ്ചരിക്കും. മിന്നൽ വേഗത, അതായത് കണ്ണുകൊണ്ട് കാണാൻ അത്ര സ്പീഡിലായിരിക്കും മിന്നൽ വേഗത. മിന്നൽ വേഗത ഏറ്റവും സ്പീഡുള്ളതാണെന്ന് മനസ്സിലായില്ലേ? മിന്നൽ വേഗത എന്നുള്ളത് ഏറ്റവും സ്പീഡുള്ളതാണ്. കാരണം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്, ചില ആളുകൾ എങ്ങനെ പിന്നെ ചില ആളുകൾ മിന്നൽ വേഗതയിൽ സിറാത്ത് പാലം വിട്ടുകിടക്കും, ചില ആളുകൾ കാറ്റ് പോലെ ആയിരിക്കും, ചില ആളുകൾ സാവധാനത്തിലായിരിക്കും. ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ ഏറ്റവും കൂടുതൽ വേഗതയുള്ളതായിരിക്കുന്ന ഒരു പിന്നെ വസ്തുവായിട്ടാണ് ഇതിനെ പറഞ്ഞത്, ഇവിടെ മിന്നലിനെ ഉപമിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ റസൂൽ മറ്റൊരു ഹദീസിൽ കാണാം, അലം തറോ ഇലൽ ബർഖി യജീഉ വയർജിഉ കതർഫ. ഹലോ, ഒന്ന് ഡി സി ആയി. ഞാൻ മാത്രമല്ല ഡി സി ആയിട്ടുള്ളൂ, വേറെ ആരും ആയിട്ടില്ലല്ലോ. കേൾക്കണ്ടോ?
കേൾക്കുന്നുണ്ടോ? അപ്പൊ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ എങ്ങനെയാണ്? കണ്ണിമ പൂട്ടുന്നത് പോലെ മിന്ന് വരുന്നു പോകുന്നു എന്നാ. എന്നാൽ ഇപ്പൊ അടുത്ത കാലത്താണ് ശാസ്ത്രം കണ്ടുപിടിച്ചത്. നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് റസൂലിന്റെ വാക്കിന്റെ കൃത്യത എന്താ മനസ്സിലാക്കുന്നത് എപ്പോഴാണ് പിന്നീട് അത് വേർജിയുടെ റസൂൽ പറഞ്ഞത്. യജിഉ വേർജിഉ, തിരിച്ചുപോയി. അപ്പൊ നമ്മൾ കാണുന്ന മിന്നൊക്കെ എന്താണ്? ഇങ്ങോട്ട് ഇറങ്ങി വരുന്നതല്ല, തിരിച്ചു പോകുന്ന മിന്നാ കാണുന്നത്. എന്തുകൊണ്ട് വെച്ചാൽ മിന്നെന്ന് പറയാൻ എന്താ? മിന്നെന്ന് പറയാൻ സഹോദരന്മാരെ, അന്തരീക്ഷത്തിൽ പിന്നെ അതായത് അന്തരീക്ഷത്തിൽ ശേഖരിക്കപ്പെടുന്ന വൈദ്യുതോർജ്ജങ്ങൾ, സ്ഥിത വൈദ്യുതോർജ്ജം സ്വയം മോചനം നേടുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് എന്ന് പറഞ്ഞാൽ മിന്ന് എന്ന് പറഞ്ഞാൽ മേഘങ്ങൾ തമ്മിൽ എന്ത് ചെയ്യുന്നു? കൂട്ടിയിടിക്കുന്നു. അതായത് ഭൂമിയിൽ ഒരു തരം പിന്നെ ഒരു ഊർജങ്ങളുണ്ട്, അതായത് വൈദ്യുതോർജ്ജമുണ്ട്. നെഗറ്റീവ്, പോസിറ്റീവ്. ഈ പോസിറ്റീവാണ് മേഘങ്ങളിലുള്ളത്, നെഗറ്റീവാണ് എവിടെ ഉള്ളത്? ഭൂമിയിലും മറ്റുള്ള മേഘത്തിന്റെ രണ്ട് വശങ്ങളിലായിട്ടുണ്ടാകും. ഈ രണ്ട് വശങ്ങളിൽ ഉണ്ടാകുന്ന ഈ വൈദ്യുതോർജ്ജം തമ്മിൽ കൂട്ടിയിടിക്കുകയാണ്. താഴെ ഉള്ളത് കാറ്റടിക്കുമ്പോൾ, കാറ്റുകൊണ്ടാണ് മേഘത്തിൽ മഴ ഉണ്ടാകുന്ന മേഘം മേഘത്തിൽ നിന്ന് മഴ ഉണ്ടാവാനുള്ള ഒരു പ്രധാന കാരണം കാറ്റാണ് എന്നുള്ളത് പരിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നത്. വർസൽന റിയാഹ ലവാഖിഹ, കാറ്റിനെ നാം ഫലഭൂയിഷ്ടമായിട്ട് നാം അയച്ചു. എങ്ങനെ കാറ്റെന്ന് വെച്ചാൽ ഈ കടലിലൊക്കെ എന്ത് കാറ്റടിക്കുന്നു? കാറ്റടിക്കുമ്പോൾ കുമിള പൊട്ടുന്നു. കുമിള പൊട്ടിയിട്ടുള്ളായിരിക്കുന്ന ആ കുമിളകൾ, വെള്ളത്തിന്റെ അംശങ്ങൾ, അത് കാറ്റെടുത്തിങ്ങേറ്റ് മേൽപോട്ട് ഉയർത്തുന്നു. മേൽപോട്ട് ഈ ജലഗണങ്ങളെ കാറ്റ് ഉയർത്തിയെടുത്തിട്ട് അത് അന്തരീക്ഷത്തിലേക്ക് എത്തിക്കുകയും അന്തരീക്ഷത്തിലുള്ള നീരാവിയുമായിട്ട് കൂടിച്ചേർന്ന് അത് ഘനീഭവിച്ച് അത് മേഘമുണ്ടാവുകയും ആ മേഘം ഇരുണ്ടുകൂടുമ്പോൾ അത് മഴയായി പെയ്യുകയും ചെയ്യുന്നു. അപ്പൊ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് വ്യക്തമായിട്ട് പറയുന്നത് കാറ്റ് ഫലഭൂയിഷ്ടമായിട്ട് നാം കാറ്റുകളെ അയക്കുന്നുണ്ടെന്ന് പറയുന്നത്. അപ്പൊ കാറ്റൊരു കാരണമാണ് മഴ ഉണ്ടാവുന്നതിന്റെ. അത് ഈ അടുത്ത കാലത്താണ്. പക്ഷെ അത് പിന്നെ ഇതുവരേക്കും ശാസ്ത്രം മനസ്സിലാക്കിയിരുന്ന എന്താണ്? കാറ്റും മഴയുമായിട്ടുള്ള ബന്ധം എന്ന് വെച്ചാൽ എന്ത് ചെയ്യുന്നു? ഈ കാറ്റിന് മുന്നോടിയായി ഉണ്ടാകുന്ന ഒരു സംഗതി എന്നതിൽ കഴിഞ്ഞ് കാറ്റ് ഇതിന് കാരണമാകുന്നു എന്നുള്ളത് ആർക്കും അറിയില്ലായിരുന്നു. പക്ഷെ ഖുർആൻ അതും പറഞ്ഞിട്ടുണ്ട്. കാറ്റിനെ ലാഖിഹത്തായിട്ട് അയച്ചിട്ടുണ്ട് നാം. ഇൻഷാ അല്ലാഹ് ആ ഭാഗം വരുമ്പോൾ നമുക്ക് വിശദീകരിക്കാം. ഏതായിരുന്നാലും ഇങ്ങനെ കാറ്റുകൊണ്ടുണ്ടായിത്തീരുന്നതായ ഈ രണ്ട് ഊർജങ്ങൾ, പോസിറ്റീവും നെഗറ്റീവുമായ രണ്ട് ഊർജങ്ങൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ അതിന് ശക്തമായ രീതിയിൽ നിന്നുണ്ടാകുന്നു. പിന്നെ അത് തമ്മിൽ കൂടിച്ചേർന്ന സന്ദർഭത്തിൽ ഒരു മിന്നൽ പിണരുണ്ടായിത്തീരുന്നു. ആ മിന്നൽ പിണര് അന്തരീക്ഷത്തിലൂടെ മുറിച്ചു കടക്കുമെന്ന വേഗതനാൽ ഉണ്ടായിത്തീരുന്നതാണ് ശബ്ദം എന്ന് പറയുന്ന ഇടിയും. അപ്പൊ ഈ രണ്ട് വൈദ്യുതോർജ്ജങ്ങൾ തമ്മിൽ ഭൂമിയിലൊക്കെ അധികം ഈ നെഗറ്റീവ് ഊർജ്ജമാണ്. നെഗറ്റീവ് ഊർജ്ജം ചെയ്യുന്ന കാറ്റുകൊണ്ട് മേൽപോട്ട് പോകുന്നു. മേൽപോട്ട് പോയിട്ട് മേഘത്തിലുണ്ടായിരിക്കുന്ന പോസിറ്റീവ് ഊർജവുമായി കൂടിച്ചേരുകയും ആ രണ്ട് ഊർജങ്ങൾ തമ്മിൽ പിന്നെ കൂടിച്ചേരുമ്പോഴാകുന്നു എന്തുണ്ടായിത്തീരുന്നത്? ഈ മിന്നലുണ്ടായിത്തീരുന്നത്. മിന്നല് അത് വായുവിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇടിയും ഉണ്ടായിത്തീരുന്നു. അതാണ്. അപ്പൊ യഥാർത്ഥത്തില് പിന്നെ ഫീഹി ളുലുമാത്തുൻ വറഅദുൻ വബറഖുൻ, ഈ മഴയും മേഘവുമാണ് എന്തിനുള്ള കാരണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇടിയും മിന്നലുള്ളായിരിക്കുന്ന കാരണമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഏതായാലാട്ടെ, ഫീഹി ളുലുമാത്തുൻ വറഅദുൻ വബറഖുൻ, റായതുമുണ്ട് ബറക്കുമുണ്ട്. അപ്പൊ അല്ലാഹു റസൂൽ എന്താ പറഞ്ഞത് അവിടെ? പിന്നെ അതെ, ഞാൻ പറഞ്ഞു തന്ന അതായിരുന്നു. ഏത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ പറയുന്ന അലം തറോ ഇലൽ ബർഖി, നിങ്ങൾ മേഘത്തിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? ആ മേഘം വരുന്നു, തിരിച്ചു പോകുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ മേഘം ഒന്ന് തിരിച്ചു പോയി ഭൂമിയിലുള്ളതായിരിക്കുന്ന വൈദ്യുതോർജ്ജം എങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത്? അത് മേഘത്തിലുള്ളതായിരിക്കുന്ന ആ വൈദ്യുതോർജ്ജവുമായി കൂടി ചേർന്നിട്ടാണ് ഇന്നുണ്ടാവുന്നത്. അപ്പം അങ്ങോട്ട് ഭൂമിയിൽ നിന്ന് മേപ്പോട്ട് അങ്ങ് പോവാ. വെറുതെ നമ്മൾ കാണുന്നില്ല, പക്ഷെ തിരിച്ചു പോയി നമ്മൾ കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ മിന്നി എന്നുള്ളത് ഇറങ്ങി വരികയല്ല, അത് തിരിച്ചങ്ങോട്ട് കയറി പോകുന്ന നമ്മൾ കാണുന്നത് എന്നാണ്. ഇപ്പൊ ശാസ്ത്രം തന്നെ അത് അംഗീകരിച്ചിട്ടുണ്ട്. അങ്ങോട്ട് പോകുന്നത് നമ്മൾ കാണുന്നുള്ളൂ, വെറുതെ നമ്മൾ കാണുന്നില്ല.
അപ്പോ യജീവു എർജീവു എന്നാ പറഞ്ഞത്, വരുന്നു പോകുന്നു. ഏതുപോലെ തർഫത്തായിനിൻ, ഞൊടിയിടയിൽ കണ്ണിന് പൂട്ടുന്ന സന്ദർഭത്തിൽ. അപ്പൊ വളരെ വേഗത്തിനെ കുറിക്കാൻ വേണ്ടി ഖുർആനും ഹദീസിലൊക്കെ പ്രയോഗിച്ച ഒരു പദമാണ് തർഫത്ത് ഐൻ എന്ന് പറയുന്നത് അല്ലെ. ഖുർആനിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് വന്നിട്ടുണ്ട് അല്ലെ, ഈ തർഫത്ത് ഐൻ എന്നുള്ളത് ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് വന്നിട്ടില്ല. നമ്മൾ സുലൈമാൻ നബി അലൈഹി സ്വലാം പിന്നെ തന്റെ സദസ്യരോട് പറഞ്ഞു, മൈ എത്തിക്കും, അതാണ് ഉണ്ടല്ലോ അവിടെ, അതായത് ഈ ബിൽഖീസ് രാജ്ഞിയുടെ അർഷ ആരാണ്? മയ്യത്തീനി ബി അർഷാന്തൻ, അങ്ങനല്ലേ ആയത്തുള്ളത്? ആരാണ് ആ ബിൽഖീസ് രാജ്ഞിയുടെ പിന്നെ സിംഹാസനം എന്റെ അരികിൽ കൊണ്ടുവരുവാൻ ചോദിച്ചപ്പോൾ ഖാലിഫിരീത്തുമിന ജന്നി അനാത്തീക്ക് കബല അൻ തഖൂമിൻ മഖാമിക എന്ന് പറഞ്ഞു. ചിലരങ്ങനെ പറഞ്ഞു. എന്നാൽ എന്ത് പറയുക, പിന്നെ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് ഇൽമു ലഭിച്ചതായിരിക്കുന്ന ഒരാൾ പറഞ്ഞു, അതായത് ആസിഫിൻ ബർഖ് പറഞ്ഞ് അനാത്തി കബലെ അർത്ഥത്തിലേക്ക് തർഫുക്ക, നിങ്ങളുടെ തർഫ്, നിങ്ങളുടെ കണ്ണിന് പൂട്ടി തുറക്കുന്നതിന് മുന്നേ ആയിട്ട് അതോ കബലെ അർത്ഥത്തിലേക്ക് തർഫുക്ക, തർഫ് തിരിച്ച്, അതായത് കണ്ണൊന്ന് പൂട്ടി തുറക്കുന്നതിന് മുന്നേ വേഗത്തിൽ ഞാൻ ഇവിടെ എത്തിക്കാമെന്ന് പറഞ്ഞു. അത് എന്ന് വെച്ചാൽ ഏറ്റവും പിന്നെ സ്പീഡോടെ അന്ന്, അതായത് പ്രകാശ വേഗത്തിനേക്കാൾ സ്പീഡിൽ, ഏകദേശം പ്രകാശ വർഷം തന്നെയാണ്, ഏകദേശം പ്രകാശ വേഗത തന്നെയാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. പ്രകാശ വേഗത കൊണ്ട് എന്തുകൊണ്ട് നമ്മൾ പറഞ്ഞാലും 3 ലക്ഷം കിലോമീറ്റർ സെക്കൻഡിൽ, ഒരു സെക്കൻഡിൽ സഞ്ചരിക്കുമെങ്കിൽ 3 ലക്ഷം ഒന്നുമില്ലല്ലോ യഥാർത്ഥത്തിൽ അല്ലെ. ഫലസ്തീനിൽ നിന്ന് പിന്നെ എവിടേക്ക്, ഫലസ്തീനിൽ നിന്ന് യമനിലെ സബയിൽ നിന്ന് ഫലസ്തീനിലേക്കുള്ള ദൂരം 3 ലക്ഷം കിലോമീറ്റർ ഒന്നുമില്ല. അപ്പൊ അതിനേക്കാൾ വേഗത്തിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ്. അപ്പോ പ്രകാശ വേഗതയെക്കാളും പിന്നെ അതിനേക്കാൾ പിന്നെ വേഗത്തിലായിട്ട് ഇവിടെ കൊണ്ടുവന്നുള്ള അറിയിക്കാൻ വേണ്ടിയാണ് അവിടെ കബല ഇലേക്ക് തർഫുക്ക എന്ന് പറഞ്ഞത്. അപ്പോ അള്ളാഹുവിന്റെ റസൂലും ഇതേ പ്രയോഗം തർഫത്ത് ഐൻ. വേറെ ദ്വാതനുണ്ട്, അല്ലാഹുമ്മ വലാ തകിൽനാ ഇലാ അൻഫുസിനാ തർഫത്ത് ഐൻ. പടച്ചവനെ, ഞങ്ങളെ സ്വന്തം ശരീരത്തിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കരുത്, ഞങ്ങളുടെ കാര്യം ഞങ്ങളിലേക്ക് ഏൽപ്പിക്കരുത്. ഞങ്ങളൊക്കെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നശിച്ചു. നിന്റെ ഹിഫ്ദിലും ഹിമായത്തിലും മാത്രമേ ഞങ്ങളെപ്പോഴും ആക്കാവൂ റബ്ബേ, ഞങ്ങളെ സംരക്ഷണം ഉണ്ടാകൂ റബ്ബേ. ഞങ്ങളിലേക്ക് ഏൽപ്പിച്ചാൽ ഞങ്ങളെ കഥ കഴിഞ്ഞു. അതാ വലാ തകിൽനാ ഇലാ അൻഫുസിനാ, ഞങ്ങളിലേക്ക് ഇനി ഏൽപ്പിക്കരുത്. തർഫത്തായിൻ, ഒരു ഞൊടിയിടയുടെ സമയം പോലും ഞങ്ങളിലേക്ക് ഏൽപ്പിക്കരുത്. ആ സമയം നമ്മൾ നശിച്ചു പോകും, യാതൊരു സംശയവുമില്ല. അള്ളാഹുവിന് ഖലാവ് വന്നാൽ പിന്നെ നശിക്കും, അതൊരു സംശയമില്ല. അപ്പൊ നമ്മൾ യാത്ര ചെയ്യുമ്പോഴാണെങ്കിലും വീട്ടിലിരിക്കുമ്പോഴാണെങ്കിലും അതുപോലെ പിന്നെ നമ്മൾ വേറെ ജോലി ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും അള്ളാഹുവിന്റെ ഹിമായത്തും ഹിഫുദുമാണ് നമുക്കുള്ളത്. അതൊരു സെക്കൻഡ് സമയം, ഒരു തർഫത്തായിന് അള്ളാഹുത്തല എടുത്തു കളഞ്ഞാൽ ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും പിടിപെട്ടുകൊണ്ട് നമ്മൾ നശിച്ചു പോകുന്നു. അള്ളാഹുവിന് ഖലാവ് കതിരെത്തിക്കഴിഞ്ഞാൽ ആ മലക്കുകളൊക്കെ മാറിയിരിക്കും. അപ്പൊ ഏതായിരുന്നാലും പിന്നെ അള്ളാഹുവിന്റെ റസൂല് ഈ മിന്നലിനെ കുറിച്ചുകൊണ്ട് നിങ്ങളുടെ പരാമർശം വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും. ചില തഫ്സീറിലൊക്കെ തന്നെ കാണാം, അത് മലക്കുകള് ഈ പിന്നെ മേഘത്തിനെ എന്താക്കുന്നു, തെളിച്ചു കൊണ്ടുപോവുകയാണ് എന്നുള്ളത്. മലക്കുകളുടെ ആവശ്യം അവിടെ ഉണ്ടായിരിക്കാം, അത് ഗൈബിയ വിഷയമാണല്ലോ. മഴ പെയ്യുമ്പോൾ മലക്കുകളുടെ അവിടെ സാന്നിധ്യം ഉണ്ടോ അല്ലോ എന്നുള്ളതൊക്കെ അത് ഗൈബിയ വിഷയമാണ്. ഗൈബിയ വിഷയം ഖുർആനും ഹദീസും എങ്ങനെ പറയുന്നു, അള്ളാഹുവിന്റെ റസൂൽ എങ്ങനെ പറയുന്നു, അതേമാതിരി നമ്മൾ വിശ്വസിക്കുക. അത് നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ലാതെ അതെങ്ങനെ നമ്മൾ കാണുന്നില്ലല്ലോ എന്ന് പറയേണ്ടതില്ല. കാരണം എന്തുകൊണ്ട്, മലക്കുകൾ എന്ന് പറഞ്ഞാൽ തന്നെ ജിന്നുകളും മലക്കുകളൊക്കെ ഗൈബിയായ വിഷയമാണ്. നമ്മളെന്താണ്, നമ്മുടെ സത്യവിശ്വാസികളുടെ കാര്യം എന്താണ്, അല്ലദീന യുമിനൂന ബിൽ ഗൈബി, ഗൈബ് കൊണ്ട് വിശ്വസിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ മേഘത്തെ കൊണ്ടുപോകുന്നതിലും ഈ മേഘങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചുകൊണ്ട് ഇടിയും മിന്നലും ഉണ്ടാകുന്നതിലും മഴ വർഷിക്കുന്നതിലൊക്കെ മലക്കുകളുടെ പ്രവർത്തനങ്ങളും മലക്കുകളുടെ കാരണമായിട്ടും ഉണ്ടായിരിക്കാം. അത് നമ്മൾ അങ്ങനെ തന്നെ വിശ്വസിക്കുക. അത് നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, നിഷേധിക്കേണ്ട കാര്യമില്ല. നമുക്കത് അനുഭവപ്പെടുന്നില്ല, അതൊന്നും നിഷേധിക്കാൻ പാടില്ല. നമ്മുടെ അനുഭവപ്പെടുന്ന എന്താ, ഈ ഭൗതികമായ കാര്യങ്ങൾ നമ്മുടെ പഠനത്തിനും നമ്മുടെ നമ്മുടെ ഗോചരങ്ങൾക്ക്, പഞ്ചേന്ദ്രങ്ങൾക്ക് ഗോചരമാവുകയുള്ളൂ. ഈ ഭൗതിക ലോകത്തുള്ള കാര്യങ്ങളെ അത് നമുക്ക് സാധിക്കുള്ളൂ. അല്ലാത്ത അബൗദികമായിരിക്കുന്ന ഗൈബിയായിരിക്കുന്ന വിഷയങ്ങൾ നമ്മുടെ പരിധിയിൽ പെടുന്നതല്ല. അതിനെ നമ്മൾ നിഷേധിക്കാൻ പോകുന്നത് ബുദ്ധിയല്ല. കാരണം സത്യവിശ്വാസിയുടെ മുഖമുദ്ര എന്ന് പറയുന്നത് ഗൈബ് കൊണ്ട് വിശ്വസിക്കുക എന്നുള്ളതാണ്. അള്ളാഹു മുതൽ അങ്ങനെ
ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ഗൈബിയായി നൽകി വിശ്വസിക്കുന്നുണ്ട്. അപ്പം മലക്കുകളുടെ മേഘത്തെ തെളിച്ചു കൊണ്ടുന്ന ശബ്ദമാണ് എന്ന് തന്നെ തഫ്സീർ കാണാം. അതുപോലെ ഈ കാറ്റുകൾ തമ്മിൽ ഈ കാറ്റുകൾ ഈ മേഘങ്ങളെ തെളിച്ചു കൊണ്ടുപോകുമ്പോൾ ആ മേഘങ്ങൾ തമ്മിൽ കൂട്ടി ഒരതുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദമാണെന്നൊക്കെ കാണാം. അതൊന്നും നമ്മൾ നിഷേധിക്കേണ്ട കാര്യമില്ല. അതൊക്കെ തന്നെ ഇതുമായിട്ട് നമുക്ക് ബന്ധിപ്പിക്കാനും സാധിക്കും മറ്റു രീതിയിൽ. ഏതായിരുന്നാലും പിന്നെ ആ തഫ്സീറുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെതായ അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാം. അതിന്റെ ഗൈബിയായ വിഷയങ്ങൾ വിശ്വസിക്കുകയും ചെയ്യാം. അതിന്റെ ഭൗതികമായ വിശദീകരണം നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യും. ഭൗതികമായ വിശദീകരണമാണ് ഞാനിപ്പോൾ നൽകിയത്. അഭൗതികമായ വിശദീകരണമാണ് ഖുർആനിലും ഹദീസിലൊക്കെ ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കാം. ഏതായിരുന്നാലും പിന്നെ എന്തുണ്ട്, ഫീഹി റാദുൻ വബർഖുൻ, ആ പിന്നെ മേഘത്തിൽ എന്തുണ്ട്, റാദുമുണ്ട് ബർക്കുമുണ്ട്. എന്തിനാ അവിടെ സത്യത്തിൽ ഇവിടെ റാദ് എന്നുള്ളതും ഇടി ആദ്യം പറഞ്ഞത്, ബർക്ക് എന്നുള്ളത് പിന്നെ പറഞ്ഞത്? യഥാർത്ഥത്തിൽ നമ്മുടെ അനുഭവത്തിൽ വരുന്നത് ഈ മിന്നാണല്ലോ. മിന്നാണ് നമ്മുടെ അനുഭവത്തിൽ വരുന്നതെങ്കിലും റാദ് എന്നുള്ളതാണ് ഇവിടെ ആദ്യം അള്ളാഹു പറഞ്ഞത്. എന്താണെന്ന് ചോദിച്ചാൽ അത് നമ്മൾ സാധ്യത പറയാം. ഇവിടെ എന്താ വിഷയം വെച്ചാൽ മുനാഫിക്കുകളുടെ ഭയത്തിനെ അറിയിക്കുന്ന മക്കാമാണ്. അവർക്ക് പിന്നെ ഈ മുനാഫിക്കുള്ള ആ കപടവിശ്വാസികൾ ഭയപ്പെട്ടുകൊണ്ട്, അതായത് നല്ല ശക്തമായി കോരിച്ചെരിയുന്ന മഴക്കിടയിൽ കൂടി ഇടിയും മിന്നും കൂടി വരുമ്പോൾ അവർ ആകെ ഭയപ്പെട്ടുകൊണ്ട് അവരെ വിരലുകൾ അവർ ചെവിയിൽ തിരുകുകയാണ്. അപ്പൊ ഇവിടെ അവരുടെ ഭയത്തെ വിവരിക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശമുള്ളത്. അപ്പോൾ ബാങ്കുകളെ ചേർത്ത് പറയുമ്പോൾ ഏതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഭയം ഉണ്ടാക്കുന്നത്? ഇടിയാണല്ലോ അല്ലെ. മിന്ന് നമുക്ക് അത്ര പ്രശ്നമല്ല. മിന്ന് വന്നാൽ നമുക്ക് പേടി എന്താണ്, അടുത്ത ഇടിയ നമ്മൾ കാത്തിരിക്കുന്നത് അല്ലെ. നമ്മൾ ഈ പിന്നെ കൊലായി ഭാഗത്ത് അല്ലെങ്കിൽ പുറത്തെ സിറ്റൗട്ടിലൊക്കെ ഇരിക്കും. മിന്ന് വന്നാൽ വേഗം എന്ത് ചെയ്യും, ഉള്ളോട്ട് പോകും. എന്തുകൊണ്ട്? അതിന് പിന്നാലെ ആരും വരും. ആ മിന്നിന്റെ പിന്നാലെ ആരും വരാണ്ട് ഇവിടെ മിന്നിനേക്കാൾ സത്യത്തിൽ മിന്നിനല്ല പേടിക്കേണ്ടത്. പേടിക്കേണ്ടത് എന്തിനാണ് നമ്മള്? അല്ല, ഇടിയല്ല പേടിക്കേണ്ടത്, മിന്നിനെയാണ് പേടിക്കേണ്ടത്. മിന്നിനെയാണ് പേടിക്കുക. പക്ഷെ നമുക്ക് പേടിയുടെ യഥാർത്ഥത്തില് പേടി ഇടിയെയാണ്. അതുകൊണ്ട് ഇടിയുടെ ശബ്ദം എല്ലാവർക്കും ഭയപ്പാടുണ്ടാക്കും. എത്ര വലിയ ധൈര്യമുള്ള ആളാണെങ്കിലും ഇടിയും മിന്നും പേടിക്കാത്ത ഒരു മനുഷ്യനുണ്ടാവില്ല. മനസ്സിലല്ലേ? ശരിക്കും പേടിക്കേണ്ടത് ഏതാണ്? ഇടിയല്ല, മിന്നാണ്. കാരണം മിന്നാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, സായിക്കത്ത് എന്ന് പറഞ്ഞാൽ മിന്ന് നമ്മുടെ അതായത് ഈ വൈദ്യുതി ആ ചാർജ് നമ്മളിലേക്ക് ഏൽക്കുകയാണ് ചെയ്യുന്നത്. ആ ഷോക്ക് നമുക്ക് ഏൽക്കുക ചെയ്യുന്നത്. അപ്പൊ മിന്നാണ്. പക്ഷെ ശബ്ദമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, പേടി ഉണ്ടാക്കുന്നത്. അപ്പോ പേടിയുടെ മക്കാമിലായതുകൊണ്ടാണ് ഇവിടെ റാദ് എന്നുള്ളത് ആദ്യം പറഞ്ഞത്. ളുലുമാത്തുൻ വറാദുൻ വബർഖുൻ. ബർക്ക് എന്നുള്ളത് യഥാർത്ഥത്തിൽ ഭയപ്പെടേണ്ടതാണെങ്കിലും പക്ഷെ നമുക്ക് എത്ര ഭയപ്പാടുണ്ടാവുന്നില്ല. ഭയപ്പാടുള്ളത് ഏതിനാലാകുന്നു? ഈ ശബ്ദം കൊണ്ടാണ് ഭയപ്പാടുള്ളത് എന്നുള്ളത് കൊണ്ടാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു സാധ്യത, അല്ലാതെ അതാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനുള്ള അതില്ല. നമുക്ക് അതിന്റെ ഇഹ്തിമാല് പറയുന്നതെന്നാണ്. ചിലരൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. യജ്അലൂന അസാബിഅഹും ഫീ ആദാനിഹിം, അവരുടെ വിരലുകൾ അവരാക്കുന്നു, ഫീ ആദാനിഹിം, അവർക്കുള്ളതായ ചെവികളിൽ. മിനസ്സവായിഖി, ഇടിവാളിനാൽ, ഹദറൽ മൗത്ത്, ഇടിവാള് കൊണ്ട് മരണപ്പെട്ടു പോകുന്നുള്ള പേടി ഉണ്ടായതിനു വേണ്ടി, സവായി കേൾക്കാതിരിക്കാൻ വേണ്ടി, അതിന് ശബ്ദം കേൾക്കാതിരിക്കാനും അതിനാലുള്ള ഭയത്തിൽ നിന്ന് മുക്തമാകുവാനും വേണ്ടി അവർ ചെവികൾ അവരുടെ വിരലുകളെ ചെവിയിട്ടിരിക്കുന്നു. വല്ലാഹു മുഹീത്തും ബിൽ കാഫിരീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവിശ്വാസികളെ പൂർണ്ണമായി വലയം ചെയ്തവനാകുന്നു. പിന്നെ ബഹുമാനപ്പെട്ട മുസന്നിഫ് റഹിമഹുല്ലാന്റെ കാലത്ത്, ഫൈലാവിമാമിന്റെ കാലത്തുള്ള അന്നൊക്കെ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. എന്താണ് ഇടി എന്ന് പറഞ്ഞാല് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. വൽ മഷ്ഹൂറു, മഷൂർ അഭിപ്രായം, അന്ന സബബഹു, ഇടിയുടെ കാരണം അല്ലേ. എത്ര വർഷമായി ഇപ്പൊ സത്യത്തില്? ഹിജറ 7-ാം നൂറ്റാണ്ടിലല്ലേ അല്ലേ? 7-ാം നൂറ്റാണ്ടിലാണ് മഹാനായ ഇമാം ബൈലാവി തങ്ങള് അല്ലേ കുട്ടികളെ അല്ലേ. ഒമാനയുടെ 685-ലാണ് നാസിറുദ്ദീൻ ബൈലാവി തങ്ങള് ഇവിടെ വഫാത്ത്. 685, അതായത് 7-ാം നൂറ്റാണ്ടില്. ഇതിപ്പോ എത്രയായി? 14-ാം നൂറ്റാണ്ടായി. 14 15-ാം നൂറ്റാണ്ടിലാണ്. 15-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിലാണ് നമ്മൾ ഉള്ളത്.
1436. അപ്പോ ഏകദേശം എത്രയായി? ഒരു 10-500 വർഷങ്ങൾക്ക് മുമ്പ് 10-500 വർഷങ്ങൾക്ക് മുമ്പ് പിന്നെ മഹാനായ മുസന്നിഫ് റഹിമഹുള്ള ഇടിയുടെ അതിന്റെ അന്നത്തെ ആളുകൾ വിശ്വസിച്ചിരുന്ന അന്നത്തെ പിന്നെ ഗോളശാസ്ത്രജ്ഞന്മാരുടെയൊക്കെ വിശ്വാസത്തിലുള്ള വിശ്വാസം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത് ഇന്നത്തെ ഈ ആധുനിക ശാസ്ത്രത്തിലെ കണ്ടുപിടുത്തവുമായിട്ട് വലിയൊരു പിന്നെ വിയോജിപ്പൊന്നുമില്ല. പക്ഷെ നമ്മൾ അതിലേക്ക് എത്തിക്കാം വേണമെങ്കിൽ. അത് അവൽ മഷൂർ അന്ന സബബഹു ഇത്റാബു അജ്റാമി സഹാബി വസ്തികാക്കുഹ. മേഘങ്ങളുടെ പിന്നെ ഈ ജിർമുകൾ മേഘങ്ങളുടെ തടികൾ എന്താകുന്നു? പെടക്കലും വസ്തികാക്കും, അത് തമ്മിൽ കൂട്ടിയിടിക്കലുമാണ്. ഇതാ ഹദത്ഹർരീഹു, അതിനെ കാറ്റ് തെളിച്ചു കൊണ്ടുപോകുമ്പോൾ, മേഘത്തെ കാറ്റ് തെളിച്ചു കൊണ്ടുപോകുമ്പോൾ മേഘങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടാകുന്നതായ പ്രതിഭാസമാണ് പിന്നെ ഇടി എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? മഹാനായിരിക്കും മുസന്നിഫ് റഹിമഹുള്ളാന്റെ കാലഘട്ടത്തിലുള്ള അന്നത്തെ ശാസ്ത്രത്തിന്റെ നിഗമനമാണ് പറഞ്ഞിരിക്കുന്നത്. ഇല്ല, ഇതൊന്നുമില്ലല്ലേ? നമ്മളിപ്പോഴും പറയുന്നത് അങ്ങനെയാണ്. കാറ്റ് എന്ത് ചെയ്യുന്നു? ഭൂമിയിൽ നിന്ന് കാറ്റ് അങ്ങോട്ട് ഉയരുമ്പോൾ ആ കാറ്റിലുള്ളതായിരിക്കുന്ന വൈദ്യുതോർജ്ജങ്ങള്, നെഗറ്റീവ് വൈദ്യുതോർജ്ജങ്ങൾ മേഘത്തിലുള്ള പോസിറ്റീവ് വൈദ്യുതോർജ്ജവുമായി ഇങ്ങോട്ട് കൂട്ടിയിടിക്കുന്നു. തമ്മിൽ ചേരുമ്പോൾ എന്തായിത്തീരുന്നു? ഈ രണ്ട് പിന്നെ വൈദ്യുതോർജ്ജങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ ഉണ്ടാകുന്ന മിന്നൽ പിണറുകളാണ്. അതെന്ന് പറഞ്ഞാല് പിന്നെ റാദിനെ കുറിച്ചാണ്, ബർക്കിനെ കുറിച്ചല്ല, ഇടിയെ കുറിച്ചാണ് പറയുന്നത്. വറാദു സൗത്ത് യസ്മഉ മിന സഹാബി, മേഘത്തിൽ നിന്ന് കേൾക്കുന്ന ശബ്ദമാണ്. ആദ്യം മുസ്ലിം പറയാണ് വറാദു സൗത്തുൻ യുസ്മഉ മിന സഹാബി, മേഘത്തിൽ നിന്ന് കേൾക്കപ്പെടുന്നതായ ശബ്ദമാണ് ഇടി എന്ന് പറയുന്നത്. വൽ മഷ്ഹൂറു അന്ന സബബഹു, ഈ ഇടിയുടെ ശബ്ദം ഉണ്ടാവാൻ കാരണം മേഘങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുകയാണെന്നുള്ള ജിർമിച്ച തടി, മേഘത്തിന്റെ തടി കൂട്ടി ഉരസലും കൂട്ടി ഇടിക്കുന്നതും കാരണമായിട്ടാണ് ആ ശബ്ദം ഉണ്ടാകുന്നത് എന്നാണ്. ഇതാ ഹദത്ത് ഹരിയു, കാറ്റ് അതിനെ തെളിച്ചു വിട്ടാൽ. നമ്മൾ ഇന്ന് അവൽ ബർക്ക് എന്ന് പറയുന്നത് മിനൽ ഇർത്തിയാദ് എന്ന് പോകുന്നത്. ഇർത്തിയാദ് പടക്കുക, വിറക്കുക, പടക്കുക എന്നൊക്കെയാണ്. വൽ ബർക്കു മാ എൽമോ മിന സഹാബി, മേഘത്തിൽ നിന്ന് ലംഘുന്നതായ പ്രകാശിക്കുന്നതിനേക്കാണ് മിന്നു എന്ന് പറയുന്നത്. മീൻ ബരിക്ക ഷെയു ബരിയക്കൻ, ഒരു വസ്തു ഇങ്ങനെ ലംഘിയാൽ, മിന്നിയാൽ. കിലാഹമ മസ്തറും ഫിൽ അസ്ലി, രണ്ടും അസ്ലിൽ മസ്തറാണ്, അതുകൊണ്ട് അതിനെ ഉല്ലം യുജമായ രണ്ടിനെയും ജമ്മാക്കൂല. അതായത് അന്നത്തെ ശാസ്ത്ര പറഞ്ഞത്, അതായത് 1000-600-700 വർഷങ്ങൾക്ക് മുമ്പുള്ള ആ ശാസ്ത്രം മനസ്സിലാക്കിയ രൂപമാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് മഷൂർ എന്ന് പറയുന്നത്. പക്ഷെ ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഇന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്താണ് ഈ രണ്ട്? അതായത് ഷുഹുന കഹറബായിയ സാലിബ്, അറബി പറഞ്ഞാല് സാലിബിയായ ഷുഹുന കഹറബ വെച്ചാല് പിന്നെ നെഗറ്റീവ് വൈദ്യുതോർജവും, അതുപോലെ തന്നെ ഷുഹുന കഹറബായിയ മൂജബ, അതായത് പോസിറ്റീവ് വൈദ്യുതോർജവും തമ്മിൽ കൂട്ടിച്ചേരുമ്പോൾ ഉണ്ടാകുന്നതായ പിന്നെ പ്രകാശമാണ് മിന്നല് എന്നാണ് ഇന്നത്തെ സ്ഥിരീകരിക്കപ്പെട്ട ശാസ്ത്രം. അതാണ്. പിന്നെ ഇടി എന്ന് പറഞ്ഞാലോ, ഇടി എന്ന് പറഞ്ഞാല് ഇത് തമ്മിൽ കൂടിച്ചേരുമ്പോൾ ഇത് പിന്നെ ഒഴിഞ്ഞു പോകാൻ വേണ്ടി, അത് കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന ആഘാതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുമ്പോൾ അത് സ്പീഡോടെ സഞ്ചരിക്കുമ്പോൾ എന്തിനായിത്തീരുന്നു? പിന്നെ അത് മിന്നൽ ആയിട്ട് നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്നു. അല്ല, ഇടിയായിട്ട് മേഘത്തിൽ വരച്ചുമ്പോൾ ഉണ്ടാവുന്ന അതാണ് ഇടി. നമ്മൾ സാധാരണ വൈകുന്നേര സമയത്തൊക്കെ മാനത്തേക്ക് നോക്കിയാൽ കണ്ടില്ല നിങ്ങൾ, ഇങ്ങനെ മാനത്ത് പല സാധനം ഇങ്ങനെ വീഴുന്നത് അല്ലേ? മാനത്ത് കൂടെ എന്താണ് ഒരു കൊള്ളിയാൻ മിന്നുന്നത് നമുക്ക് കാണാം. കൊള്ളിയാൻ എന്ന് പറയില്ലേ അല്ലേ? കൊള്ളിയാൻ, കൊള്ളിമീൻ എന്നൊക്കെ പറയും. കൊള്ളിമീൻ എന്നൊക്കെ പറയും. അതെന്താണ്? ചിലപ്പോൾ ഇങ്ങനെയായിട്ട് ഒരു വാണം പോകുന്നത് പോലെ എങ്ങനെയായിട്ട് പോകുന്നത് കാണാം. അതെന്താന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ പിന്നെ എന്താണ്, ഈ ആകാശങ്ങളിൽ നിന്ന് ഒക്കെ അതന്നെ പിന്നെ ചെങ്കോലുകൾ, ഈ ചെങ്കോലുകൾ നമ്മുടെ ദൃഷ്ടിയിൽ പെടുന്നപ്പോഴാണ് അത് നമ്മുടെ ഈ വായുമണ്ഡലവുമായി ഒരതുമ്പോഴാണ് ആ പ്രകാശം നമ്മുടെ ദൃഷ്ടിയിൽപ്പെടുന്നത്. അങ്ങനെ നമ്മൾ എന്താണ്, അതൊരു വര പോലെ അതിങ്ങനെ സഞ്ചരിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നത്. നമ്മുടെ വീടിനുള്ളിലൊക്കെ ചില പിന്നെ വെയിൽ ഉച്ച സമയത്ത് അല്ലെങ്കിൽ
നല്ല പിന്നെ നട്ടുച്ച സമയത്ത് പിന്നെ ഓടുന്ന ഒരു ഓട്ടമൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതിലൂടെ എന്ത് കാണാം നമുക്ക് ശരിക്കും അതിലെ പിന്നെ ആ ദ്വാരത്തിൽ കൂടെ വെളിച്ചം ഉള്ളിലേക്ക് കടക്കുമ്പോൾ അതിലേക്ക് നോക്കിയാൽ നമുക്ക് എന്താണ് ഒരുപാട് പൊടിപടലങ്ങൾ കാണാം. ഈ പൊടിപടലങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്ന കാണുന്നത് അതിങ്ങനെ. അതുപോലെ അതാണ് ഹബാ എന്ന് പറയുന്നത്. ഹബാ മൻസൂറ എന്ന് പറയും ഈ പൊടിപടലത്തിനുള്ളിലല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ പിന്നെ മറ്റ് ഗ്രഹങ്ങളിൽ നിന്ന് ഭൂമിയുടെ ആകർഷണത്തിൽ പെട്ടുകൊണ്ട് ഇങ്ങനെ ഇങ്ങോട്ട് വലിച്ചെടുക്കപ്പെടുന്നതായ ഉൽക്കകൾ, ആ ഉൽക്കകൾ ആ വായുവിലൂടെ വരുതുമ്പോൾ ഉണ്ടാകുന്ന ഈ മിന്നലാണ് നമ്മൾ ചിലപ്പോൾ എന്തായത് ഇങ്ങനെ നീണ്ടു കിടക്കുന്ന ഒരു വര പോലെ നമുക്ക് കാണുന്നത്. ഏതായിരുന്നാലും പിന്നെ ഇവിടെ മുസന്നിഫിന്റെ കാലത്തുള്ള നിഗമനം മുസന്നിഫ് പറഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് ഒരുപക്ഷെ ശരിയാവും. അന്നത്തെ കാലത്ത് മഷൂർ അതാണ്. കാരണം മുസന്നിഫ് പറഞ്ഞതാണ് മേഘങ്ങൾ കൂട്ടിയിടിച്ചിട്ടുണ്ടാകുന്ന ശബ്ദമാണെന്നാ പറഞ്ഞത്. ഇടി എന്ന് പറഞ്ഞാൽ മേഘങ്ങൾ കൂട്ടിയിടിക്കൽ യഥാർത്ഥത്തിൽ മേഘങ്ങളിലുള്ളതായ ഈ രണ്ട് വൈദ്യുതോർജ്ജങ്ങൾ കൂട്ടിയിടിച്ചിട്ടുണ്ടാകുന്നതായ ആ പിന്നെ വായുവിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദമാണ് ഇന്നത്തെ രീതി അനുസരിച്ചുകൊണ്ട്. പിന്നെ യജ്അലൂന ഫിയാദാനിം ഹദറൽ മൗത്ത് ഫിയാദാനിം മിനസ് സവായിഖ് ഹദറൽ മൗത്ത് വല്ലാഹു മുഹീത്തും ബിൽ കാഫിരീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിശ്വാസികളെ ഇഹാത്ത ചെയ്തവനാകുന്നു. ഇഹാത്ത ചെയ്തവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നെ ലാ യഫൂതുനു കമാ ലാ യഫൂതുൽ മുഹാത്തുബി അൽ മുഹീത്ത. ഒരു വസ്തു മറ്റൊന്നിനെ വലയം ചെയ്തു കഴിഞ്ഞാൽ ആ വസ്തു ഇതിന് ഒരിക്കലും എന്തായാലും നഷ്ടപ്പെട്ടു പോകില്ല. അതായത് ഈ മുനാഫിക്കുകളുടെ ചതിയും തന്ത്രങ്ങളൊന്നും അവരെ രക്ഷപ്പെടുത്താൻ പര്യാപ്തമായതല്ല. അല്ലാഹു തആലയുടെ ഖദറിൽ നിന്നും ഖളാഇൽ നിന്നും ഇവർ ഒരിക്കലും രക്ഷപ്പെട്ടു പോകില്ല. ഇത്തരമുള്ള പ്രവർത്തനങ്ങളെ കൊണ്ട് ചെവിയിൽ പിന്നെ കൈവിരൽ തിരുകുന്നതിനായൊന്നും അവർക്ക് അതിന്റെ ഭവിഷ്യത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല. ഇടി ഏൽക്കേണ്ടത് ഏൽക്കും, മിന്നേൽക്കേണ്ടത് ഏൽക്കും, യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഇത് ശബ്ദം കേൾക്കാതിരുന്നത് കൊണ്ട് മാത്രം അത് രക്ഷപ്പെടാൻ സാധ്യമല്ലാത്തതുപോലെ അവർ പലതര തന്ത്രങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിലും അല്ലാഹു തആലയുടെ ഖദർ ഖളാഇൽ നിന്നും അള്ളാഹുവിന്റെ തദ്ബീറിൽ നിന്നും ഒരിക്കലും അവർക്ക് രക്ഷപ്പെട്ടു പോകാൻ കഴിയുകയില്ല എന്നാണ്. അപ്പൊ ഏതായാലും നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ആയത്തിലേക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നീങ്ങാം. ഏതാണ് അതും കൂടി പറഞ്ഞതാണ് ഈ എന്തിനാണ് ഉദാഹരണം ഏതെല്ലാം വിഷയത്തിനാണ് ഉൾപ്പെടുത്തി പറഞ്ഞിരിക്കുന്നത്. യക്കാദുൽ ബർഖു യഖ്തഫു അബ്സാറഹും കുല്ലമാ അളാലഹും മശൗഫിഹി വൈദ അദ്ലമാലിഹിം ഖാമു. അതും കൂടി പൂർത്തീകരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ആർക്ക് മുനാഫിക്കോടെ ഏത് അവസ്ഥയാണ് ഇവിടെ അല്ലാഹു തആല ചിത്രീകരിച്ചിരിക്കുന്നത് നമുക്ക് വിശദീകരിക്കാം. അടുത്ത ആയത്തിൽ എന്താ പറയുന്നത്? ഷോർട്ട് യക്കാദുൽ ബർഖു യഖ്തഫു അബ്സാറഹും കുല്ലമാ അളാലഹും മശൗഫിഹി. ഈ മിന്നൽ അവരുടെ കണ്ണിനെ പറിച്ചെടുക്കുമാറായി തീർന്നു. മിന്ന് അവരെ കണ്ണിനൊക്കെ യഥാർത്ഥത്തിൽ പറിച്ചെടുക്കുന്നതായി തീർന്നു. കുല്ലമാ അളാലഹും മശൗഫി. അങ്ങനെ മിന്ന് ഇവർക്ക് പ്രകാശിക്കുമ്പോൾ ആ വെളിച്ചത്തിലൂടെ അവർ സഞ്ചരിക്കുന്നു. വൈദ അദ്ലമാലിഹിം ഖാമു. മിന്ന് പോയി കഴിഞ്ഞാലോ ഇരുളായി കഴിഞ്ഞാൽ അവർ അനങ്ങാതെ അവിടെ നിൽക്കുകയും ചെയ്യുന്നു. വലൗ ഷാ അല്ലാഹു ലദഹബ ബിസംഇഹിം വഅബ്സാരിഹിം. അല്ലാഹു ഉദ്ദേശിക്കുകയായിരുന്നെങ്കിൽ അവരെ കാഴ്ചയും കേൾവിയൊക്കെ അല്ലാഹു തആല യഥാർത്ഥത്തിൽ പോക്കിക്കളയുമായിരുന്നു. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാറ്റിനും പ്രാപ്തൻ ആകുന്നു. എല്ലാ കാര്യങ്ങൾക്കും അവൻ പ്രാപ്തിയുള്ളവനാകുന്നു. അപ്പം പിന്നെ ആ ഇടിയും മിന്നും പറഞ്ഞുകൊണ്ട് പിന്നെ അതിന് വിശദീകരിക്കാണ്. മിന്നിങ്ങോട്ട് എറിയുമ്പോൾ മിന്നെറിയുന്ന സന്ദർഭത്തിൽ ആ വെളിച്ചത്തിൽ അവർ നടക്കുന്നു. മിന്നില്ലാതെ ആയി കഴിഞ്ഞാലോ ഇരുളായി കഴിഞ്ഞാൽ അവർ അവിടെ അങ്ങനെ സ്തംഭിച്ചു നിൽക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ. ഈ അവസ്ഥ മുനാഫിക്കോടെ ഏത് അവസ്ഥയുമായിട്ടാണ് അള്ളാഹു തുലനം ചെയ്തിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നാളത്തെ ആയത്തും കൂടി ഓതിയിട്ട് നമുക്ക് പൂർണ്ണമായി വിശദീകരിക്കാമെന്ന് അറിയിച്ചുകൊണ്ട് തൽക്കാലം ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.